മെഷീനുണ്ട്, അതിനകത്ത് മോട്ടർ രണ്ടുണ്ട്. ആ മോട്ടർ രണ്ടും വെള്ളത്തിലായിപ്പോയി. ഒരു മോട്ടറാണെങ്കിൽ 25 ഹോഴ്സ് പവറിൻ്റെയാണ്. എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യാതെ ഇങ്ങനെ കിടക്കുക. അതങ്ങനെ ഇവിടെ മില്ലുമായിട്ട് ബന്ധപ്പെട്ട് 1, 2, 3 മുറിയുണ്ട്. അതിനടുത്ത മുറി നമ്മുടേത് കൊപ്ര, 1,500 കിലോ കൊപ്ര, അതിൻ്റെ പിണ്ണാക്ക്, അതിൻ്റെ എണ്ണ, മുളക്, മല്ലി, മസാലകൾ എല്ലാം വെള്ളത്തിലായി കൊണ്ട് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനടുത്ത മുറി ജനസേവന കേന്ദ്രം. ആ മുറിക്കകത്ത് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, പ്രിൻ്ററ്, കമ്പ്യൂട്ടറ്, മൊബൈല്, ബാറ്ററി വർക്ക് ചെയ്യുന്നതിന് എന്താ പറയുന്നത്, ഇൻവേറ്റർ ഇത്രയും സാധനമുണ്ട്. അതെല്ലാം മുങ്ങി, അത്രയും എല്ലാം ഇടിഞ്ഞാൽ കിടപ്പുണ്ട്. അതിനപ്പുറം റബ്ബർ വ്യാപാരം, റബ്ബർ ഷീറ്റ്, ഇത് കഴിഞ്ഞിട്ട് ഇതുണ്ട്, എന്താ ഈ ആസിഡ് ചാക്കുകൾ, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ. രണ്ട് മെഷീന്, തൂക്കുന്ന മെഷീൻ, ഇതെല്ലാം വെള്ളത്തിലായി. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊട്ടുപാലിട്ടിരിക്കുന്നത്, സ്ക്രാപ്പ്, റബ്ബർ സ്ക്രാപ്പ്. അതിനകത്ത് 2 ചാക്ക് വളം വെള്ളത്തിലായി. എല്ലാം കൂടെ ഏതാണ്ട് 1 ടൺ പൊട്ടുപാലോളം വെള്ളത്തിലൊഴിച്ചു പോയി. അതിന് താഴത്തെ മുറിക്കകത്ത് അണ്ടർഗ്രൗണ്ടിൽ തടിയായി കിടക്കുന്നത്, അതെല്ലാം വെള്ളത്തിനകത്തായി. ഈ പിലാന്തടി അറുത്തത് അതും വെള്ളത്തിലായി. അത് കഴിഞ്ഞ് കിണറ് പൊട്ടി, അതിനകത്ത് ഫോട്ടോ എടുക്കണം. അതിന് പിറയിൽ ഒരു കയ്യാല ഇപ്പം കെട്ടി, ഈ ഇവിടെ പുത്തൻ കയ്യാല, അത് അതിൻ്റെ 8-10 അടിയല്ല 8-10 മീറ്ററോളം ഇടുക്കി കിടക്കുക. ഇപ്പം ഇവിടെ തന്നെയുണ്ട്, അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കിണർ ഇവിടെ ഉണ്ട്, അവിടെ തന്നെയാണ് കയ്യാലി. മുറി ഇല്ലുവാനുണ്ട് എൻ്റെ കീഴിൽ തന്നെ, അതെല്ലാം പരിമമായി. ആറ്റിലെ മണൽ വാരി 6-ൻ്റെ ആഴം കൂട്ടണം. അത് ഒരു കാലത്തും ചെയ്യുന്നില്ല, ചെയ്യാൻ കിടക്കുക. അതുകൊണ്ട് ഒരിക്കലും വെള്ളം, ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ തന്നെ അത് കരയിലേക്ക് കയറുക. 6 കൊടുക്കും മണൽ കയറി മുങ്ങിക്കഴിക്കുക. മണലും ചെളി